92ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ശുചിത്വം, ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കേരളത്തിൻ്റെ ആദരണീയനായ പത്മശ്രീ ഡോക്ടർ മാർത്താണ്ഡൻ പിള്ള സർ, സ്വാഗതം ആശംസിച്ച ശ്രീമദ് യദംബരാനന്ദ സ്വാമികൾ, ഇന്നിവിടെ ആദരിക്കുന്ന ഡോക്ടർ എസ് കെ നിഷാദ്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സിസ തോമസ്, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ചന്ദ്രബാസ് നാരായണ, ഡോക്ടർ എസ് ഹരികൃഷ്ണൻ, പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഋഷിരാജ് സിംഗ് IPS, ഡോക്ടർ എസ് ഗോപകുമാർ, കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ, ഹെൽത്ത് സയൻസസിൻ്റെ രജിസ്ട്രാർ, ഡോക്ടർ കെ സുധാകരൻ, ആദരണീയനായ ശങ്കരാനന്ദ സ്വാമികൾ, KS മനോജ്, ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി ബഹുമാന്യനായിട്ടുള്ള ശുഭാകാനന്ദ സ്വാമികൾ, ഈ നിയോജക മണ്ഡലത്തിൻ്റെ ബഹുമാന്യനും പ്രിയങ്കരനുമായിട്ടുള്ള നിയമസഭാ സാമാജികൻ ശ്രീ വി ജോയ്, മറ്റു പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയിലും ആധുനിക കേരള സൃഷ്ടിയിലും ശ്രീനാരായണ ഗുരുദേവൻ വഹിച്ച പങ്ക് മഹത്തരമാണെന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് സമ്മതിക്കുന്ന കാര്യമാണ്. ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടം മൃഗസമാനമായിട്ടുള്ള ജീവിതം നയിക്കാൻ നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ വിധിക്കപ്പെട്ട ഒരു കാലമായിരുന്നു. ഉഴവുചാലുകളിൽ നുകത്തിന് പൂട്ടിയ മൃഗതുല്യമായിട്ടുള്ള ജീവിതമായിരുന്നു ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ നയിച്ചു പോന്നിരുന്നത്. അത്തരത്തിലുള്ള അധസ്ഥിത വിഭാഗത്തിന് ഒരു പുതിയ ലോകമാണ് ശ്രീനാരായണ ഗുരു കാട്ടിക്കൊടുത്തത്. ചാത്തനെയും മാടനെയും മറുതയെയും മറ്റും പൂജിച്ചും ജന്തുക്കളെ മൃഗബലി നടത്തിയും കാലം കഴിച്ച മനുഷ്യരാശിയെ തിരുത്തിക്കൊണ്ടാണ് അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനായി വിപ്ലവകരമായിട്ടുള്ള പുതിയ നവോത്ഥാനത്തിന് ശ്രീനാരായണ ഗുരു നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായിരുന്നു ഈ ശിവഗിരി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്താൽ പവിത്രമാക്കപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ പരിവർത്തന ദർശനത്താൽ പ്രകാശിതവുമായ മണ്ണാണ് ശിവഗിരിയുടെ മണ്ണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ആശയങ്ങളെയും കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന മണ്ണാണ് ശിവഗിരിയുടെ മണ്ണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം 92ാമത് തീർത്ഥാടന നാളുകളിൽ നാം ചർച്ച ചെയ്യുന്ന ആരോഗ്യം, ശുചിത്വം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. ഇത് രണ്ടും സമത്വത്തെയും സാമൂഹിക പരിഷ്കരണത്തെയും പ്രതിനിധാനം ചെയ്യുന്ന നിർണായക വിഷയങ്ങളാണെന്നാണ് എൻ്റെ വിനയപൂർവമായിട്ടുള്ള പക്ഷം. ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വചിന്ത അതിൻ്റെ ലാളിത്യത്തിൽ വിപ്ലവകരവും പ്രയോഗത്തിൽ ആഴമേറിയതുമായിരുന്നു എന്ന് നമുക്കറിയാം.
ജാതിശ്രേണികളാലും സാമൂഹിക അസമത്വങ്ങളാലും ഛിന്നഭിന്നമായ ഒരു സമൂഹത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അന്തസ്സും നീതിയും പ്രത്യേകമായ അവകാശങ്ങളല്ല, മറിച്ചത് ഓരോ മനുഷ്യൻ്റെയും ജന്മാവകാശങ്ങളാണെന്ന് പ്രഖ്യാപിക്കാനും മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കാനും ശ്രീനാരായണ ഗുരു ധൈര്യപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം കേവലം ഒരു മുദ്രാവാക്യമായിരുന്നില്ല, മറിച്ച് സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു രൂപരേഖയായിരുന്നു. ആ മഹാസന്ദേശം ഒഴിവാക്കലുകളുടെയും മാറ്റി നിർത്തപ്പെടലുകളുടെയും സ്ഥാപിതമായ വ്യവസ്ഥകളെയും വെല്ലുവിളികളെയും ചേർത്തു നിർത്തലുകൾക്കും ഉൾക്കൊള്ളലുകൾക്കും പുരോഗമന സമൂഹത്തിനു വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനത്തിന് പ്രചോദനം നൽകി എന്നതാണ് ആധുനിക കേരളം കണ്ടത്. ആരോഗ്യ ശുചിത്വ രംഗത്ത് നമ്മുടെ സംസ്ഥാനം ബഹുദൂരം മുന്നിലാണെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ നാടിൻ്റെ പുറത്ത് യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്ക്, ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്ക് ശുചിത്വത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ നാട് എത്രമാത്രം വ്യത്യസ്തത പുലർത്തുന്ന നാടാണെന്ന് കാണാനായിട്ട് പ്രയാസമുണ്ടാവില്ല. അതിനു കാരണമായിട്ടുള്ളത് നിശ്ചയമായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കുന്നതായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു ആരോഗ്യ നയം തന്നെയാണ്. അതിന് നാം കടപ്പെട്ടിരിക്കുന്നത് യാതൊരു മടിയുമില്ലാതെ ഞാൻ പറയട്ടെ, ഐക്യ കേരള പിറവിക്ക് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന ആദ്യ ഗവൺമെൻറ്റിനോടാണ്. ശ്രീ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ്, അതിലെ ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ AR മേനോൻ, അന്നത്തെ ഗവൺമെൻറ് ആവിഷ്കരിച്ച ജനാധിപത്യപരമായിട്ടുള്ള ജനകീയമായിട്ടുള്ള ഒരു ആരോഗ്യ നയമാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് അടിത്തറ പാകിയത്. നിശ്ചയമായിട്ടും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾക്കെല്ലാം തന്നെ ഈ ജനാധിപത്യപരമായിട്ടുള്ള ആരോഗ്യ നയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പങ്കുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ആ ജനാധിപത്യപരമായിട്ടുള്ള ആരോഗ്യ നയവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആരോഗ്യ മേഖലയുമാണ് ആരോഗ്യരംഗത്ത് ഉയർന്നു വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് നമുക്ക് കരുത്തു നൽകുന്നത്. ആദരണീയനായിട്ടുള്ള ഋതംബരാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ സ്വാഗത ഭാഷണത്തിൽ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. COVID-19 എന്ന മഹാമാരി. വളരെ വികസിത രാഷ്ട്രങ്ങൾ പോലും കോവിഡ് മഹാമാരിക്ക് മുമ്പിൽ പകച്ചു നിന്ന സന്ദർഭം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. മൃതശരീരങ്ങൾ യന്ത്രക്കോരുവ കൊണ്ട് വാരിക്കൂട്ടി വലിയ കുഴികളിൽ തള്ളി പെട്രോളോ മണ്ണെണ്ണയോ ഏതോ ഒന്നൊഴിച്ച് കത്തിച്ച് കളയുന്ന ഭീകര ദൃശ്യം ആ നാളുകളിൽ നമ്മുടെ നാട് കണ്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. നിങ്ങൾക്കറിയാം, പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുണ്ടായതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ മരണപ്പെട്ടതും കേരളത്തിലായിരുന്നു എന്നുള്ള ഒരു വാദഗതി അക്കാലത്ത് ഉയർന്നു വരികയുണ്ടായി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മലയാളികളായിട്ടുള്ള എല്ലാവരും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമായി എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരാൾ പോലും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്. മരണപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൃത്യമായിട്ടുള്ള രജിസ്റ്ററും കണക്കും സൂക്ഷിക്കാനും ആ മൃതശരീരങ്ങളോട് 100% ആദരവ് കാട്ടിക്കൊണ്ട് ആ മൃതശരീരങ്ങൾ അടക്കം ചെയ്യാനും നമ്മൾ കാണിച്ച സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ മാത്രം ഒരു സവിശേഷ സ്വഭാവമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരോഗ്യവും ശുചിത്വവും കേവലം
വെറും സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല, മറിച്ചത് സാമൂഹ്യ നീതിയുമായി ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഗുരുവിൻ്റെ കാലത്ത് അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് ശുദ്ധജലം, ശുചിത്വമുള്ള ജീവിത സാഹചര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരം അഭാവം അടിസ്ഥാന സൗകര്യങ്ങളുടെ പരാജയം മാത്രമല്ല, വ്യവസ്ഥാപിതമായി നിലനിന്നിരുന്ന അസമത്വത്തിൻ്റെ പ്രകടനമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആത്മീയവും ശാരീരികവുമായിട്ടുള്ള ക്ഷേമത്തിന് അടിസ്ഥാനമായി ശുദ്ധമായ പരിസ്ഥിതിയും വ്യക്തി ശുചിത്വവും ഉണ്ടാകണമെന്ന് വാദിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ആരോഗ്യവും ശുചിത്വവും എത്രമാത്രം ഇഴുകിച്ചേർന്നവയാണെന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ തയ്യാറായി എന്നുള്ളതാണ്. ശുചിത്വവും ആരോഗ്യത്തിൻ്റെയും ആത്മീയ പുരോഗതിയുടെയും അടിത്തറയാണെന്ന് ഗുരു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വ്യക്തിപരമായിട്ടായിരുന്നാലും സാമൂഹ്യപരമായിട്ടായിരുന്നാലും ജീവിതത്തിൽ ശുചിത്വത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് ഗുരു നിരന്തരം വാദിച്ചുകൊണ്ടേയിരുന്നു. ശുചിത്വം ഉറപ്പുവരുത്തുന്ന ജീവിതശൈലിക്കായി അദ്ദേഹം കേരളീയ സമൂഹത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. ശുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങുക എന്നതിലൂടെ ശുചിത്വത്തിൻ്റെ പ്രാധാന്യവും അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ചുമതല കൂടിയാണെന്നും അദ്ദേഹം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ശുദ്ധമായ ശരീരം ശുദ്ധമായ മനസ്സിലേക്ക് നയിക്കുന്നു എന്ന് ശ്രീനാരായണ ഗുരു ഊന്നി പറഞ്ഞു. ആരോഗ്യത്തിൻ്റെ സമഗ്ര സ്വഭാവം അടിവരയിടുന്നു. കൂടാതെ മനുഷ്യരാശിക്കുള്ള സേവനം ചുറ്റുപാടുകളുടെ ശുചിത്വത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശുചിത്വം ഉറപ്പാക്കാൻ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പ്രസക്തി അദ്ദേഹം എടുത്തു കാട്ടുകയുണ്ടായി. ജാതികൾക്കും സമൂഹങ്ങൾക്കും അതീതമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇടങ്ങളാണ് സ്കൂളുകളും ക്ഷേത്രങ്ങളും. അദ്ദേഹം സ്ഥാപിച്ചതെല്ലാം അങ്ങനെയായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കുക. ഇവ വിദ്യാഭ്യാസത്തിനും ആരാധനയ്ക്കുമുള്ള ഇടങ്ങൾ മാത്രമല്ല. സ്കൂളുകളും ക്ഷേത്രങ്ങളും സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മനുഷ്യർ സ്വയം മെച്ചപ്പെടുത്തലിനുള്ള വഴികളായി ശുചിത്വവും അച്ചടക്കവും ഉറപ്പാക്കുന്ന സമഗ്ര വികസനത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി സ്കൂളുകളെയും ആരാധനാലയങ്ങളെയും മാറ്റണമെന്ന് ഗുരു ജനങ്ങളെ ഉപദേശിക്കുകയുണ്ടായി. മനസ്സും ശരീരവും അജ്ഞതയുടെയും രോഗത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാകുമ്പോൾ മാത്രമേ യഥാർത്ഥ മോചനം കൈവരിക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പലതരത്തിലും സമത്വത്തിൽ വേരൂന്നിയ ഒരു കൂട്ടായ ഉത്തരവാദിത്വം എന്ന നിലയിൽ പൊതുജനാരോഗ്യത്തെക്കുറിച്ചുള്ള ആധുനികമായ ധാരണയെ അദ്ദേഹത്തിൻ്റെ ദർശനം മുൻനിഴലാക്കി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഗുരു ഈ ശുചിത്വത്തെക്കുറിച്ചുള്ള ചിന്ത കേരളീയ സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് സമ്മാനിച്ചത് എന്ന കാര്യം നാം കാണേണ്ടതായിട്ടുണ്ടെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുള്ളൂ. ഇവിടെ വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരാണ് ഈ വേദിയിൽ ഇനി സംസാരിക്കാനുള്ളത്. ശുചിത്വത്തിൻ്റെ ശാസ്ത്രീയവും സാങ്കേതികവുമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിക്കുന്ന അവരുടെ പ്രബോധനങ്ങൾ നിശ്ചയമായിട്ടും വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് വഴികാട്ടിയായിട്ട് മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റും രണ്ടാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റും വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്നൊരു മിഷനാണ് ശുചിത്വത്തെക്കുറിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ സങ്കല്പനം എന്ന് പറയുന്നത്. ഒരു മിഷൻ തന്നെ രൂപീകരിച്ചുകൊണ്ട്, ശുചിത്വ മിഷൻ തന്നെ രൂപീകരിച്ചുകൊണ്ട് ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ശുചിത്വപൂർണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമങ്ങൾക്ക് വേണ്ടത്ര പിന്തുണ
കേരളീയ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നാം സംശയിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ആശുപത്രികളിൽ അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, ആ വേസ്റ്റുകൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതു സ്ഥലങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ ശാസ്ത്രീയമായിട്ടുള്ള ആധുനികമായിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സംസ്കരണശാലകൾ തന്നെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വന്നാലും പൊതുസമൂഹം അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മുടെ നഗരസഭകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളിലൊന്ന് ശുചിത്വ പൂർണ്ണമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇത്തരം വേസ്റ്റിനെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിലൂടെ അവ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത് നഗരസഭകളുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ മാറുകയാണ്, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ മാറുകയാണ്. ഗവൺമെൻറ് തന്നെ അതിനു വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നാൽ പോലും പലപ്പോഴും എതിർപ്പിൻ്റേതായിട്ടുള്ള ശബ്ദം ഉയർന്നു വരുന്നത് ഈ പൊതുവായിട്ടുള്ള ശുചിത്വ സംരക്ഷണത്തിന് തടസ്സമായിട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം കൂടെ വളരെ ഗൗരവത്തോടുകൂടി നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പൊതുബോധത്തിലൊരു മാറ്റം വന്നാൽ മാത്രമേ ഇത്തരം സംസ്കരണ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കൂ. പല വികസിത രാഷ്ട്രങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനും സംസ്കരിക്കാനുമുള്ള ആധുനിക സംവിധാനങ്ങളെയും സങ്കേതങ്ങളെയും ജനങ്ങൾ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുമ്പോൾ അത്തരം ആധുനിക സംവിധാനങ്ങളുടെയും സങ്കേതങ്ങളെയും മുന്നിൽ മുഖം മറച്ചു നിൽക്കുന്നതായിട്ടുള്ള, പുറംതിരിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു സമീപനം ഇന്ന് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ദിവസം ശുചിത്വത്തെക്കുറിച്ച് ഏതാണ്ടൊരു 100 വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച മഹാനായിട്ടുള്ള ഗുരുദേവൻ്റെ സ്മരണകൾ ഇരമ്പി നിൽക്കുന്നതായിട്ടുള്ള ഈ പുണ്യഭൂമിയിൽ നിന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി വിനയപുരസ്സരം അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. ഒരു ആദരിക്കൽ ചടങ്ങാണ്. 2024 ബെസ്റ്റ് ഇന്നൊവേഷൻ ഇൻ ഡയബറ്റിസ് കെയർ അവാർഡ് ജേതാവ് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ഡയറക്ടർ ഡോക്ടർ എസ് കെ നിഷാദിനെ പത്മശ്രീ ഡോക്ടർ മാർത്താണ്ഡൻപിള്ള ഡോക്ടർ ആദരിക്കുന്നു. ആ ആദരവ് ഏറ്റുവാങ്ങാനായി ഡോക്ടർ എസ് കെ നിഷാദിനെയും ആ ആദരവ് സമർപ്പിക്കുന്നതിനായി ബഹുമാന്യനായ ഡോക്ടർ മാർത്താണ്ഡൻപിള്ള അവരുകളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ഡോക്ടർ എസ് കെ നിഷാദിനെ കേരളത്തിലെ പ്രഗത്ഭനായ ന്യൂറോ സർജൻ പത്മശ്രീ ഡോക്ടർ മാർത്താണ്ഡപിള്ള അവരുകൾ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. അദ്ദേഹത്തിന് ഉപഹാരവും സമർപ്പിക്കുന്നു. അടുത്തത് ഒരു പുസ്തക പ്രകാശനം കൂടി നടക്കുന്നു. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ എഴുതിയ ഗുരുദേവ ക്യൂസ് പരിഷ്കരിച്ച പതിപ്പ് ശ്രീ ഡോക്ടർ കെ സുധാകരൻ പ്രകാശനം ചെയ്യുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാന്യനായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ MLA ക്ഷണിക്കുന്നു.
ആശംസ പ്രഭാഷണത്തിനായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ബഹുമാന്യയായ പ്രൊഫസർ ഡോക്ടർ സിസ തോമസ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ പത്മശ്രീ ഡോക്ടർ മാർത്താണ്ഡം പിള്ള സാർ, ഇനോഗ്രേഷൻ നിർവഹിച്ച MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ, എത്രയും ബഹുമാന്യരായ സ്വാമിജിമാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ട്രസ്റ്റ് ഭാരവാഹികളെ, അംഗങ്ങളെ, തീർത്ഥാടകരെ, സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ജ്ഞാനത്തിൻ്റെയും അതുപോലെ ആത്മീയതയുടെയും സാമൂഹിക പരിഷ്കരണത്തിൻ്റെയും ഒരു ദീപസ്തംഭമായി നിലനിൽക്കുന്ന ശിവഗിരി മഠത്തിൽ ഇത്ര പകിട്ടാർന്ന ഒരു 92ാം ആരോഗ്യ ശുചിത്വ ഉന്നത വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഭാരവാഹികളോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയട്ടെ. വിദ്യാഭ്യാസത്തിലൂടെയും ഐക്യത്തിലൂടെയും ശക്തി നേടുക എന്ന കാലാതീതമായ ശ്രീ നാരായണ ഗുരുദേവൻ്റെ സന്ദേശം തലമുറകളെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയം എനിക്ക് അഭിസംബോധന ചെയ്യാൻ അഗാധമായ ഒരു പ്രേരണ നൽകുന്നുമുണ്ട്. ഈ സായാഹ്നത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെപ്പറ്റി ഭാവി രൂപീകരിക്കുന്ന ഒരു വിഷയം, ഇന്ത്യയുടെ ലോകോത്തര എൻജിനീയറിംഗ് വിദ്യാഭ്യാസം, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന വിഷയത്തെപ്പറ്റി എൻ്റെ ചിന്തകളാണ് ഞാൻ പങ്കുവെക്കുന്നത്. വളരെ ദ്രുതഗതിയിൽ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക മേഖലയിൽ, അതുപോലെ തന്നെ ആഗോള വെല്ലുവിളികൾ ഏറെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലും ഈ ഒരു ബ്ലൂ പ്രിൻ്റ് വിഭാവനം ചെയ്യുന്നത് നമ്മുടെ ഭാവി എൻജിനീയർമാർ ഏറ്റവും പ്രഗത്ഭമായ രീതിയിൽ അറിവ് സമ്പാദിച്ച് സജ്ജരാകണം, ഭാവിയിലേക്ക് സജ്ജരാകണം എന്നുള്ള ഒരു രീതിയിൽ മാത്രമല്ല, ഗുരുദേവൻ്റെ സന്ദേശത്തിനെ ദൃഷ്ടാന്തീകരിക്കപ്പെടുന്ന ഐക്യവും സമഗ്രതയും അതുപോലെ സാമൂഹിക ഉത്തരവാദിത്വവും അങ്ങനെയുള്ള മൂല്യങ്ങൾ വേരൂന്നുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു രൂപാകൃതിയാണ്. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിലെ ഇന്ത്യയുടെ പൈതൃകത്തെപ്പറ്റിയും അതുപോലെ ലോകോത്തര എഞ്ചിനീയർമാരുടെ സാങ്കേതിക വിദഗ്ധരും രൂപപ്പെടുത്തുന്നത് ആഗോളതലത്തിൽ ശാസ്ത്ര പുരോഗതിയും വ്യാവസായികമായ വളർച്ചയും എല്ലാം തന്നെ IIT-കളും NIT-കളും വഹിക്കുന്ന ഒരു അടിസ്ഥാന പങ്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ദ്രുതഗതിയിൽ നടക്കുന്ന സാമൂഹിക മാറ്റങ്ങൾക്കിടയിൽ ഒരു സമ്മർദ്ദപരമായ ഒരു വെല്ലുവിളി ഉയർന്നു വരുന്നുണ്ട്. അത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള രൂപാകൃതിയിൽ നിന്നും പൊരുത്തപ്പെടുക മാത്രമല്ല, നയിക്കുകയും ചെയ്യണമെന്ന ഒരു ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ ആത്മീയ പരിഷ്കർത്താവും ദർശകനുമായ ശ്രീ നാരായണ ഗുരുദേവൻ്റെ പ്രബോധനങ്ങൾ അഗാധമായ മാർഗനിർദ്ദേശം നൽകുന്നവയാണ്. വിദ്യാഭ്യാസത്തിലൂടെ പുരോഗതി എന്ന അദ്ദേഹത്തിൻ്റെ കാലാതീതമായ സന്ദേശം തടസ്സങ്ങളെ തകർത്ത് സമത്വം വളർത്തിയെടുക്കുന്നതിലും വിജ്ഞാനത്തിലും അതുപോലെ പരിപാലനത്തിലും അടിവരയിടുന്ന ഒരു ഭാവിയിലേക്ക് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തെ പുനഃവിചിന്തനം ചെയ്യുമ്പോൾ ആഴത്തിൽ പ്രതിധ്വനിക്കുന്നത് തത്വവും പ്രവർത്തനവുമായ ജ്ഞാനത്തെ ലയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രാധാന്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഊന്നി പറയുന്നത്. ഇന്ന് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഭാവി
പ്രവണതകളെപ്പറ്റി ഞാനൊന്ന് വേഗം പറഞ്ഞു പോകാം. ഏതാണ്ട് 2050 ഏതാണ്ട് 25 വർഷത്തിൽ നിലനിൽക്കുന്ന ഇന്നത്തെ കുറച്ച് ടെക്നോളജിയെപ്പറ്റി പറയുകയാണെങ്കിൽ അതിലാദ്യം വരുന്നത് നാനോ ടെക്നോളജിയാണ്. കാരണം ഇത് ഒരു ഹെൽത്തിൻ്റെ ഒരു സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ നാനോ ടെക്നോളജി ആരോഗ്യ സംരക്ഷണത്തിന് ഒരു പുനർനിർവചനം തന്നെ തരുമെന്നുള്ളതാണ് കാണുന്നത്. കാരണം വിപ്ലവകരമായ ചികിത്സകൾ സാധ്യമാകും. ആരോഗ്യകരമായ ടിഷ്യൂകളെ ബാധിക്കാതെ ക്യാൻസറും ട്യൂമറും പോലെയുള്ള രോഗബാധിത കോശങ്ങളെ നേരിട്ട് മരുന്നുകൾ എത്തിക്കാൻ ഈ നാനോ കണകങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നല്ല റെസൊല്യൂഷനോടുകൂടി MRIയും അതുപോലെ സ്കാനിങ്ങും എല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ നാനോ ടെക്നോളജിക്ക് വളരെ നല്ല ഒരു പങ്കുണ്ട്. ന്യൂറോളജിക്കൽ ഡിസോർഡറുകളായ പാർക്കിൻസൺസ് ഡിസീസും അൽഷിമേഴ്സും എല്ലാം തന്നെ നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ആ ഒരു ബാരിയർ കടക്കുന്നതിനെ പറ്റിയും നാനോ ടെക്നോളജിയുടെ സംഭാവനകൾ നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത വിഷയം എന്ന് പറയുന്നത് ബ്രെയിൻ കമ്പ്യൂട്ടർ ഒരു ഇൻ്റർഫേസിനെ പറ്റിയാണ്. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മനുഷ്യ ബ്രെയിനും തമ്മിലുള്ള ആ ഒരു അതിരുകൾ തന്നെ മായ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു ബ്രെയിനിൽ നിന്നുള്ള സിഗ്നലുകൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ടെക്സ്റ്റായോ അതോ സംഭാഷണമായോ ഒക്കെ തന്നെ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ടെക്നോളജി. 3D പ്രിൻറ്റിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ 3D പ്രിൻറ്റിങ് നമ്മുടെ നിർമ്മാണ മേഖലയെ തന്നെ ജനാധിപത്യവൽക്കരിക്കും. കാരണം വീടും ഭക്ഷണവും ഉപകരണങ്ങളും എല്ലാം തന്നെ നമുക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് 3D ടെക്നോളജിയുടെ പ്രത്യേകത. കാരണം നമുക്ക് ടിഷ്യൂകൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവയവങ്ങൾ 3D പ്രിൻറ്റിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റും. ആകാശത്ത് സഞ്ചരിക്കുന്നവർ കയ്യിലൊന്നും കരുതേണ്ടതില്ല, അവർക്ക് വേണ്ട സാധനങ്ങൾ അവിടെ വെച്ച് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇതിന് ഉള്ളത്. അതുപോലെ നമുക്കറിയാം ഡ്രൈവർലെസ് കാറുകൾ, അതുപോലെ ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയുമൊക്കെ നമ്മൾ പ്രവചിക്കുന്നത് ഏതാണ്ട് 750 മൈൽസ് പെർ അവറിൽ യാത്ര ചെയ്യാൻ യാത്രാ സമയം കുറയ്ക്കാനും സഹായിക്കുന്ന കാര്യങ്ങളാണ്. ബഹിരാകാശത്തിൻ്റെ എക്സ്പ്ലോറേഷൻ പരിവേഷണം എടുത്തു കഴിഞ്ഞാൽ കോളനിവൽക്കരണവും പാരിസ്ഥിതിക വെല്ലുവിളികളും എല്ലാം തന്നെ നേരിടാൻ കഴിയുന്ന ഡെവലപ്മെൻറ്റ്സ് ആ മേഖലയിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം വളരെ പ്രൈവറ്റ് കമ്പനികൾ ഒരുപാട് മത്സരിക്കുകയാണ് ആഡംബര ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറ പാകുവാനായിട്ട്. വേറെയുമുണ്ട് ടെക്നോളജിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടെക്നോളജികൾ. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറയുന്നത് ആകെ മറിക്കും. നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ എല്ലാം സാധിക്കുന്ന രീതിയിൽ ടെക്നോളജി മറിയും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന എൻജിനീയറിംഗ് വിദ്യാർത്ഥികളെ ഇന്ന് പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എത്ര നാൾ അത് ഉണ്ടാകുമെന്ന് നമുക്ക് തീർച്ചയില്ല. അത് ചിലപ്പം ഒരു ഡീക്കേഡ് 10 വർഷം നിലനിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ അതിനു മുമ്പ് അതില്ലാതാകും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ എൻജിനീയറിംഗ് എഡ്യൂക്കേഷനിൽ എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, എന്താണ് വിദ്യാർത്ഥികളെ അടുത്ത ഒരു ഭാവിയിലേക്ക് അവരെ സജ്ജരാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ അതിനുത്തരമായി കിട്ടുന്നത് നമുക്കവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റി വളർത്താൻ പറ്റും, ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്നത് വളർത്താൻ പറ്റും, അനാലിസിസിനുള്ള കഴിവുകൾ വളർത്താൻ പറ്റും, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ കഴിവുകളും അവർക്ക് വളർത്താൻ പറ്റും. അപ്പം കേവലം സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനം നൽകുന്നതിലല്ല, മറിച്ച് ഒരു വിമർശനാത്മകമായിട്ട് ചിന്തിക്കാനും സങ്കീർണമായ പ്രശ്നങ്ങളെ അതിന് വിശകലനം ചെയ്ത് അതിന് പരിഹാരങ്ങൾ കാണാനും ഉള്ള ഒരു എഡ്യൂക്കേഷനാണ് എൻജിനീയറിംഗ് എഡ്യൂക്കേഷനിൽ ഇനി ആവശ്യമായി വരുന്നത്.
അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ പില്ലേഴ്സായിട്ട് നിൽക്കുന്ന കുറച്ച് വിഷയങ്ങൾ മാത്രം നമുക്ക് പറയാം. അതിനു മുമ്പ് ഈ ഒരു ഇന്നത്തെ മീഡിയോക്രിറ്റിയിൽ നിൽക്കുന്ന എൻജിനീയറിംഗ് വിദ്യാഭ്യാസം അത് ആ കുട്ടികളിൽ നിന്നും ആ മീഡിയോക്രിറ്റി ഒന്ന് മോചിപ്പിച്ചുകൊണ്ട് ആഗോളവൽക്കരിച്ച് ലോകത്തിൻ്റെ മികവ് പുലർത്താൻ അവരെ പ്രാപ്തരാക്കുന്ന ഒരു സാമൂഹിക ഉത്തരവാദിത്വം, മൂല്യങ്ങൾ ആഴത്തിൽ വേരൂന്നി ഇരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ നവീകരണത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്ന ശിവഗിരി മഠത്തിന് ആത്മീയ ജ്ഞാനവും സാങ്കേതിക വൈദഗ്ധ്യവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ മാതൃകയെ പ്രചോദിപ്പിക്കാൻ കഴിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഈ കീ പില്ലേഴ്സായി പറയുന്നത്, ആദ്യത്തേത് തീർച്ചയായിട്ടും നമ്മുടെ പാഠപദ്ധതി നവീകരണമാണ്. ഈ പാഠപദ്ധതി നവീകരണം എന്ന് പറയുമ്പോൾ ഒരു ഡൈനമിക്കായിട്ട് മാറുന്നതും ഒരു ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ളതും ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ളതുമായ ഒരു പാഠപദ്ധതിയാണ് ഇനിയും എൻജിനീയറിങ്ങിൽ ആവശ്യമായിട്ട് വരുന്നത്. അതിൽ ഒരുപാട് സബ്ജക്ട്സ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പം ശക്തമായ ഒരു സാങ്കേതിക അടിത്തറ അനിവാര്യമാണ്. അതിനൊപ്പം തന്നെ എത്തിക്സും ലീഡർഷിപ്പും സസ്റ്റൈനബിലിറ്റിയും എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കോഴ്സുകൾ, ആ കോഴ്സുകളെല്ലാം തന്നെ പൂരകങ്ങളാകണം എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. രണ്ടാമതായിട്ട് അധ്യാപകരുടെ ഡെവലപ്മെൻറ്റാണ് പ്രധാനമായിട്ടുള്ളത്. കാരണം ഏതൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും നട്ടെല്ല് എന്ന് പറയുന്നത് അതിൻ്റെ അധ്യാപകരാണ്. അപ്പം ആ ഒരു ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്ന ഫാക്കൽറ്റി അംഗങ്ങളെ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് സമഗ്ര പരിശീലന പരിപാടികളും ഗവേഷണ ഗ്രാൻറ്റുകളും കൊളാബറേഷനുള്ള അവസരങ്ങളും ഘടനാപരമായ പ്രൊഫഷണൽ വികസനങ്ങളും അംഗീകാരങ്ങളും അവാർഡുകളും അവരെ ഈ സംരംഭകരാകാൻ പോലും അനുവദിക്കുന്ന രീതിയിൽ, കാരണം അവർ സംരംഭകരാകുമ്പോൾ അവർക്ക് ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് കൊണ്ടാണ് അവരെ സംരംഭകരാകാൻ പോലും അനുവദിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഈ അധ്യാപകരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി അതൊരു സ്ട്രാറ്റജി മാത്രമല്ല, അതൊരു പരിവർത്തനാത്മകമായ ഒരു വിദ്യാഭ്യാസം വളർത്തിയെടുക്കുന്നതിന് ഏറെ ആവശ്യമാണ്. മൂന്നാമതായിട്ട് ഒരു നല്ല വേൾഡ് ക്ലാസ് സ്ഥാപനം വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വേണം. അത് ഈ ഭാവിയിലേക്കുള്ള എൻജിനീയർമാരെ പരിപോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നവീകരിക്കുന്ന ഒരു പഠനത്തിന് പ്രചോദനം നൽകുന്ന വളരെ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ അതിന് വളരെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. ഇന്നൊവേഷൻ ഹബ്ബുകളും ഇൻക്യുബേഷൻ സെൻറ്ററുകളും സസ്റ്റൈനബിളായിട്ടുള്ള ക്യാമ്പസുകളും സോളാറും വിൻഡും എല്ലാം വെച്ചിട്ടുള്ള പവർ ജനറേഷനും റിന്യൂവബിൾ എനർജിയും സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ടൂളുകളും സഹകരിച്ചുള്ള പഠനങ്ങളും, കാരണം ഇൻ്റർ ഡിസിപ്ലിനറി ആണ് ഇനിയിപ്പം എല്ലാം, അതുപോലെ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകളും എല്ലാം വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ നിർബന്ധമായും ഈ വേൾഡ് ക്ലാസ് സ്ഥാപനങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. നാലാമതായി പറഞ്ഞാൽ റിസർച്ചും ഡെവലപ്മെൻറ്റും. കാരണം ഒരു എൻക്വയറി, ഡിസ്കവറി, ഇന്നൊവേഷൻ ഇതെല്ലാം ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗവേഷണത്തിനുള്ള സീഡ് മണി തുടങ്ങാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കണം. ഒരുപാട് സെൻറ്റർ ഓഫ് എക്സലൻസുകൾ ഇതിൽ ഡെവലപ്പ് എടുക്കണം, ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കണം. ഗ്ലോബൽ കൊളാബറേഷൻ അവസരങ്ങൾ നൽകണം. പേറ്റൻറ്റ് ചെയ്യാനുള്ളൊരു ഇക്കോസിസ്റ്റം ഉണ്ടാകണം. പേറ്റൻറ്റ് ചെയ്ത സാധനങ്ങൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ട്രാൻസ്ലേഷണൽ റിസർച്ച് പ്രോഗ്രാമുകൾ ഉണ്ടാകണം. റിസർച്ച് ലീഡർഷിപ്പ് ട്രെയിനിങ്ങുകൾ ഉണ്ടാകണം. ഇതെല്ലാം ആവശ്യമാണ്. പിന്നീട് വരുന്നത് ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രി ഇൻറ്ററാക്ഷനാണ്. ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻറ്ററാക്ഷൻ
തടസ്സമില്ലാതെ ഒരു സഹകരണം വളർത്തിയെടുക്കുന്നത് വളരെ സുപ്രധാനമാണ്. അതിനുവേണ്ടി നമ്മൾക്ക് ഇൻഡസ്ട്രി സ്പോൺസർ ചെയ്തിട്ടുള്ള ലാബുകൾ വേൾഡ് ക്ലാസ് സ്ഥാപനങ്ങളിൽ വേണം. അവരുടെ പ്രോജക്റ്റുകൾ നമ്മൾ മേടിക്കണം. അവരിൽ നിന്ന് കൊളാബറേറ്റീവ് റിസർച്ചിനുള്ള അവസരങ്ങൾക്ക് ശ്രമിക്കണം. കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പും അപ്രൻറ്റിസ്ഷിപ്പും അതുപോലെ പ്ലേസ്മെൻറ്റിനും ഇൻഡസ്ട്രിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അത് സാധ്യമാക്കിയെടുക്കണം. കുട്ടികളെ ഇൻഡസ്ട്രി എക്സ്പെർട്സ് മെൻറ്റർ ചെയ്യാനുള്ള, ഹാൻഡ് ഹോൾഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ ഇൻഡസ്ട്രി എക്സ്പെർട്സിനെ കൊണ്ട് നമ്മുടെ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യണം. അവരെ ബോർഡ് ഓഫ് സ്റ്റഡീസിലും അതുപോലെ അക്കാഡമിക് കൗൺസിലിലും എല്ലാം തന്നെ അവരെയും ഉൾപ്പെടുത്തണം. ഇൻഡസ്ട്രി സ്പോൺസർ ചെയ്യുന്ന ക്യാപ്സ്റ്റൺ പ്രോജക്ട്സ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം. അതുപോലെ ഫിനിഷിംഗ് സ്കൂളും ഒരു ജോബ് റെഡി വർക്ക്ഷോപ്പുകളും എല്ലാം ഇൻഡസ്ട്രിയുമായിട്ട് ചേർന്ന് നമുക്ക് നടത്താൻ പറ്റണം. അങ്ങനെ ഒരു ഇൻക്ലൂസിവിറ്റിയും ആക്സസിബിലിറ്റിയും ഉള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കണം. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അവകാശമാണ്. ഒരു പശ്ചാത്തലമോ കഴിവോ പരിഗണിക്കാതെ അവസരങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പുകളും ഫിനാൻഷ്യൽ എയ്ഡുകളും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ എത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം. ജെൻഡർ ന്യൂട്രാലിറ്റി വരണം. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പിന്തുണ നൽകണം. ഡിജിറ്റൽ പ്രവേശനക്ഷമത ഉണ്ടാകണം. കൗൺസിലിങ്ങിനും ക്ഷേമ പിന്തുണയും അവസരങ്ങൾ ഒരുക്കണം. അതുപോലെ ഗ്ലോബലായിട്ട് ഒരു എക്സ്പോഷർ കുട്ടികൾക്ക് ഉണ്ടാകുമെങ്കിൽ വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ നടപ്പാകും. അതിനു വേണ്ടിയിട്ട് ജോയിൻറ്റ് ഡിഗ്രി പ്രോഗ്രാമുകളും ഡുവൽ ഡിഗ്രി പ്രോഗ്രാമുകളും സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളും അതുപോലെ ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളും റിസർച്ച് കൊളാബറേഷനും ഇൻ്റർനാഷണൽ കോൺഫറൻസിലെല്ലാം പങ്കെടുക്കുന്നതും ഒരു വെർച്വൽ ഒരു ഗ്ലോബൽ ക്ലാസ് റൂമിന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ബ്ലൂ പ്രിൻറ്റിന് 3 തലത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷനാണുള്ളത്. ഷോർട്ട് ടേം ആയിട്ട് 1 തൊട്ട് 3 വർഷം വരെ നമുക്ക് പാഠ്യപദ്ധതി പരിഷ്കരിക്കുകയും ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റും ഇൻഡസ്ട്രി ഇൻട്രാക്ഷനും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കാമെങ്കിൽ ഒരു മിഡ് ടേം ഗോളായിട്ട് 4 തൊട്ട് 6 വർഷം വരെ നമുക്ക് അന്താരാഷ്ട്ര അംഗീകാരങ്ങൾക്ക് ശ്രമം നടത്തണം. അബെറ്റും അതുപോലെ NBA ടയർ 1 ഒക്കെ നമ്മൾക്ക് അതിന് ശ്രമം നടത്തണം. സെൻറ്റർ ഓഫ് എക്സലൻസുകൾ ഉണ്ടാക്കണം. നമ്മുടെ റിസർച്ചിനെ സ്കെയിലപ്പ് ചെയ്യണം. ഇൻഡസ്ട്രി കണക്ഷനുകൾ കൂട്ടണം. ഈ വക കാര്യങ്ങൾ മിഡ് ടേമിൽ ചെയ്യണം. ലോങ് ടേം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 100-ൽ അകത്ത് റാങ്ക് വരുന്ന ആഗോള സർവകലാശാലകൾ ഇന്ത്യയിലെ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകണം. അങ്ങനെ ഒരു സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള, സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്വയംഭരണം അക്കാഡമിക് സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പം എൻജിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു യന്ത്രങ്ങളോ സോഫ്റ്റ്വെയറോ മാത്രമല്ല, അത് ഭാവി രൂപാന്തരപ്പെടുത്തുന്നതിനെ കുറിച്ച് കൂടിയുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയവും പരിവർത്തന ദർശനങ്ങളും ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസവും ആഗോള തത്വങ്ങളും എല്ലാം തന്നെ ഇതിന് സഹായിക്കും. വിദ്യാർത്ഥികളെ സാങ്കേതിക വൈദഗ്ധ്യം ഉയർത്തുക മാത്രമല്ല, ഒരു സമഗ്രമായിട്ടുള്ള അനുകമ്പ, സാമൂഹിക ഉത്തരവാദിത്വം എന്നിവ ഉപയോഗിച്ച് അവരെ പഠനത്തിന് നല്ല രീതിയിൽ പോകുവാനും ഒരു വിമർശനാത്മകമായിട്ടുള്ളൊരു ചിന്തയും വളർത്തിയെടുക്കുവാനും ഒരു സമഗ്രമായ ഒരു വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിച്ച് മികച്ച എഞ്ചിനീയർമാരെ മാത്രമല്ല സമ്പന്നത ഉൾക്കൊള്ളുന്ന ഇന്ത്യക്ക് സംഭാവന നടത്താൻ പറ്റുന്ന പൗരന്മാരെ കൂടി നമ്മൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇത്രയും നേരം കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം. ഈ സമ്മേളനം 7 മണിക്ക് അവസാനിക്കണം എന്ന തരത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശിഷ്ടാതിഥികൾ പരമാവധി ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ആശംസാ പ്രസംഗത്തിനായി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയുടെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ചന്ദ്രഭാസ് നാരായണ അവരെ ക്ഷണിച്ചുകൊണ്ടു.
നമ്മുടെ വേദിയിലിരിക്കുന്ന ഗണ്യമായ സദസ്സ്, നിങ്ങളെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ മലയാളത്തിൽ അധികം സംസാരിക്കാറില്ല, അപ്പം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കും. നിങ്ങൾ എന്നെ ക്ഷമിക്കണം ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നതിൽ. അതുകൊണ്ട് നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്.